ചിന്തയെ പോലും വിവേചിച്ച് അറിയാൻ സാധിക്കുന്നു. അവനിൽ പാപബോധവും പശ്ചാത്താപവും ഉടലെടുക്കുന്നു. 63-ാമത്തെ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവ സംസർഗത്തിലും ദൈവിക സാന്നിധ്യത്തിലും കഴിയുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന രണ്ടാമത്തെ സവിശേഷ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ മാനസാന്തരം ഉണ്ടാകുന്നു. ദൈവ സാന്നിധ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം, മനസ്സിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. തിന്മയുടെ ജീവിതാവസ്ഥകളെ വിട്ടൊഴിഞ്ഞ് നന്മയിലേക്ക് കടന്നു വരുവാൻ അവന്റെ ആന്തരിക ആത്മാവ് അവനെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ നന്മയിൽ സ്ഥിരപ്പെടുത്താൻ പലപ്പോഴും അവന് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.